ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ എത്ര മീൻ കറി വെച്ചിട്ട് അതിൻ്റെ ഉളുമ്പ് പോകുന്നില്ല, അപ്പോൾ നന്നായിട്ട് മീൻ ഉളുമ്പ് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം കല്യാണം കഴിച്ച പുതിയ ജോഡികളായിട്ടൊക്കെ പോയി താമസിക്കുന്ന ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. മുതിർന്നവർക്കൊക്കെ അറിയാം, അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ സ്കിപ്പ് ചെയ്തേക്കുക, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് ആ ചട്ടിയിലിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുത്തു. ഏത് മീനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. വെട്ടിയതിന് ശേഷം നമ്മൾക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾക്ക് തേച്ച് കഴുകിയെടുക്കുക. ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മീനിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് അതിനകത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് കഴുകി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഇപ്പോൾ പകുതിയോളം ആ മീനിൻ്റെ ഉളുമ്പ് പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്നും കൂടി കളയാം. അതിനായിട്ട് ആ മീനിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ആ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും ഉപ്പും ഒക്കെ നമുക്ക് മീനിൻ്റെ ഉളുമ്പ് പോകാനായിട്ട് വളരെ നല്ല സാധനമാണ്. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് തേച്ചതുപോലെ തന്നെ ഒരു മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് തേച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ ആ ചട്ടിയിലിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റും കൂടി നമുക്ക് ആ വെള്ളത്തിലിട്ട് ആ മീൻ ഇങ്ങനെ ഒന്ന് കുതിർത്ത് വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ നന്നായിട്ട് കഴുകിയെടുത്തതുപോലെ തന്നെ ഉപ്പിട്ട് തേച്ച് കഴുകിയെടുത്തതുപോലെ തന്നെ 1 മിനിറ്റിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ 2 കൈയും ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഉളുമ്പൊക്കെ പോകുന്നത് ഒന്ന് ഇളക്കി കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഉളുമ്പ് പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 1-2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. വെറുതെ വെള്ളം ഒഴിച്ച് വീണ്ടും ആ ചട്ടിയിലേക്കിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ബാക്കിയുള്ള കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഉളുമ്പൊക്കെ പോയി നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ മീൻ. നല്ല കുപ്പിച്ചിൽ പോലെ വെളുത്ത് ക്ലീനായി അതിൻ്റെ ആ ഉളുമ്പൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഒരു പ്രാവശ്യം കൂടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനായി നമ്മളുടെ മീൻ. ഏത് മീനാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ ഉളുമ്പും അഴുക്കും ഒക്കെ കളയുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇപ്പോൾ മത്തിയാണെങ്കിൽ, ഇതിപ്പോൾ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ എരിവും പുളിയും ഒക്കെ ആ ദശയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഏത് മീനാണെങ്കിലും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി ഞാൻ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മീനാണെങ്കിലും 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള കണക്കാണ് പറയുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് കറി വയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പല രീതിയിലും നമുക്ക് കറി വയ്ക്കാം. നമുക്ക് ഉള്ളിയും ഇതുപോലെ, പിന്നെ എടുത്തിരിക്കുന്നത് 4 ചെറിയ വെളുത്തുള്ളി, ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിയോ ഉലുവായോ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചുരണ്ടിയതാണ്. 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പൊടിയാണെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം തികച്ചും അത് ഓപ്ഷനിലാണ്, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു.
ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കണ്ടോ, ഇപ്പം നന്നായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് അരിഞ്ഞ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് 1 കപ്പ് ആദ്യം അരച്ചു. അതിന് ശേഷം 1 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. കണ്ടോ, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആ മീനിലേക്ക് ചേർക്കാം. നമ്മൾക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവോള അങ്ങനെയുള്ളതൊക്കെ വഴറ്റി, വേപ്പിലയൊക്കെ വഴറ്റി ചേർക്കാം. പക്ഷേ അതിന് കുട്ടികൾക്ക് താമസമുണ്ട്. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. സമയമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൂടി വഴറ്റി നന്നായിട്ട്, അല്ല വളരെ എളുപ്പത്തിൽ കറി വയ്ക്കാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ മസാലകൾ മിക്സിയുടെ ജാറ്, മിക്സി ഉണ്ടായിരുന്ന മസാല നമ്മൾ മീനിലേക്ക് ഇട്ടു. ഞാൻ മിക്സിയുടെ ജാറ് കഴുകാനായിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. മിക്സിയുടെ അടപ്പും അതുപോലെ ആ മിക്സിയിൽ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ പോരുന്നതിനായിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മീനിലേക്ക്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഏത് മീനാണെങ്കിലും ഇങ്ങനെ തന്നെ വയ്ക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ഇതുപോലെയൊക്കെ വെച്ചിട്ട് പോകാം. അല്ല വഴറ്റി എടുക്കണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. അതൊക്കെ നന്നായിട്ട് വഴഞ്ഞ് സോഫ്റ്റായിട്ട് വരണമല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലിക്കൊക്കെ പോകാം. അപ്പോൾ ഞാൻ അരപ്പ് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുത്തു. വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് പൊരുവാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ 1/2 കപ്പ് വെള്ളമായി ഇപ്പം ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ചാറിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിന് ശേഷം 3 കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുകയാണ്. 3 വലിയ കുടംപുളി എടുത്ത് അത് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. ആദ്യം വീണ്ടും 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാം. അടുപ്പിലേക്ക് വെച്ച് ഗ്യാസ് കത്തിക്കാം. അതിന് മൂടി വെച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ വറ്റി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കറി റെഡിയായി. ഇനി അതല്ല, ഒന്നും കൂടി നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ചിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എണ്ണ, മാക്സിമം 2 ടേബിൾ സ്പൂൺ മതി, അതിൽ കൂടുതൽ വേണ്ട. അത് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടാതിന് ശേഷം 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്തി മറ്റതാണ്. കുറച്ച് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കറി റെഡിയായി. ഇപ്പം ഞാൻ ആ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഹെൽത്തി, നമ്മൾ വെറുതെ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കേ.